ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു അവർ ന്യൂ ക്ലാസ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാപ്റ്റർ 3നെ കുറിച്ചാണ്. ചാപ്റ്റർ 3ൽ പ്രധാനമായിട്ടും എക്സാമിന് പഠിക്കേണ്ട പോയിന്റ്സ് ആണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാൻ പോകുന്നത്. പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ, പലതരത്തിലുള്ള മാർക്കറ്റ് സ്ട്രക്ചറിൽ എങ്ങനെയാണ് പ്രോഫിറ്റിനെ മാക്സിമൈസ് ചെയ്യുക, അതാണ് ഈ ഒരു ചാപ്റ്ററിൽ മൊത്തത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് ഡിഫറെൻറ്റ് മാർക്കറ്റ് സ്ട്രക്ചർ എന്നുള്ള സ്ഥിതിക്ക് എന്താണ് മാർക്കറ്റ് ഒന്ന് പഠിച്ചു വയ്ക്കുക. മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഏത് പ്ലേസിലാണോ ഗുഡ്സ് വാങ്ങുകയും സെല് ചെയ്യുകയും ചെയ്യുന്നത്, ആ ഒരു പ്ലേസിന് തന്നെയാണ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. എക്കണോമിക്സിലെ മാർക്കറ്റ് എന്ന് പറയുന്നത് ഞാനിവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്, ആ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇറ്റ് ഈസ് ദ അറേഞ്ച്മെന്റ് ദാറ്റ് ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ് ടുഗെദർ ടു അഗ്രി ഓൺ ദ പ്രൈസ് ആൻഡ് സെറ്റിൽ സെയിൽ ആൻഡ് പർച്ചേസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഥവാ അത് ചോദിക്കുകയാണെങ്കിൽ എഴുതേണ്ടത് ഇതാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അറേഞ്ച്മെന്റ് ആണ്. അവിടെ എന്താ ഉണ്ടാവുന്നത്? ദാറ്റ് ബ്രിങ്സ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്, ഒരുമിച്ച് അവരെ കൊണ്ടുവരുന്നു. ടു അഗ്രി ഓൺ ദ പ്രൈസ് ആൻഡ് സെറ്റിൽ, എന്നിട്ട് ആ ഒരു പ്രൈസിൻ്റെ മുകളിൽ രണ്ടുപേരും അഗ്രി ചെയ്തുകൊണ്ട് സെയിൽസ് സെറ്റിൽ ചെയ്യുകയും ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ആ ഒരു പ്ലേസ് ആണ് മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ 3 മാർക്സിന് വരാൻ സാധ്യത എന്ന് പറയുന്നത് വളരെ കുറച്ച് മാത്രമല്ല. എന്താണ് മാർക്കറ്റ് എന്നുള്ളത് അറിഞ്ഞു വയ്ക്കുക. ഈ ചാപ്റ്ററിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതാണ്. നിങ്ങൾക്ക് ചോദിക്കുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ എസ്സേ ആയിട്ടും അതേപോലെ തന്നെ 3 മാർക്സിനും 6 മാർക്സിനും ഒക്കെ വരാൻ വളരെ സാധ്യത കൂടിയൊരു ഏരിയ ഈ ചാപ്റ്ററിൽ ഇതാണ്. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ്റെ ബേസിസിൽ മാർക്കറ്റിനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്, അപ്പോൾ ഇതെന്തായാലും വരച്ച് പഠിക്കുക. ആദ്യം നമ്മൾ മാർക്കറ്റിന് എഴുതുന്നു. മാർക്കറ്റിനെ 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപ്പൊളിയും ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനും. അതിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനെ എഗെയിൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും ഒളിഗോപ്പൊളിയും ഡുവോപ്പൊളിയും. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും ഈ പറഞ്ഞ ടേമുകളൊക്കെ എന്താണെന്നും പഠിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സും പഠിക്കുക, ഡിഫറൻസുകളും പഠിക്കുക. ഇതാണ് ഇതിൽ മെയിനായിട്ട് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കേണ്ട കാര്യമുള്ളൂ. ഇനി വരച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആ ഒരു പോർഷൻ എത്തുമ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് പറ്റാവുന്ന ആളുകൾ മാത്രം ഒന്ന് പഠിച്ചെഴുതുക. അല്ലാത്ത ആളുകൾ അതിന് വേണ്ടി നിൽക്കണം എന്നില്ല. കാരണം ഏതെങ്കിലും ഒരു കണ്ടീഷനിലുള്ള ലോങ് റണ്ണോ ഷോർട്ട് റണ്ണോ ഒക്കെയാണ് ചോദ്യം വരാനുള്ള സാധ്യത ഉള്ളൂ. അതും മൊണോപ്പൊളിയും മൊണോപ്പൊളിസ്റ്റിക്കിലും അതേപോലെ പ്രൈസ് ഡിറ്റർമിനേഷനും മാത്രമേ നിങ്ങളുടെ ടെക്സ്റ്റിൽ ഇമ്പോർട്ടൻ്റ് ആയി പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അത് പറ്റാവുന്നവർ മാത്രം അതിൻ്റെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണും ഒന്ന് പഠിച്ചാൽ മതി. അല്ലാത്ത ആളുകൾ അത് വിട്ടേക്കൂ, അതിനുവേണ്ടി സമയം കളയണ്ട. ഇത് എക്സാമിന് ലാസ്റ്റ് മൊമെൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. മാർക്കറ്റും ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പഠിച്ചോളുക. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താ? ആദ്യത്തെ മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇതൊരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ്. ഞാൻ അടയാളപ്പെടുത്തിയ പോയിന്റുകളാണ് നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കേണ്ടത്. ഇൻ വിച്ച് ദർ ആർ എ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? ഒരുപാട് ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവുന്ന മാർക്കറ്റാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അവിടെ പ്രൊഡക്റ്റിൻ്റെ പ്രത്യേകത എന്താ? ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ ബയേഴ്സും സെല്ലേഴ്സും ഒരേപോലത്തെ പ്രൊഡക്റ്റ് ഉള്ള മാർക്കറ്റാണ് എന്ത്? പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ മാർക്കറ്റിൽ സെല് ചെയ്യപ്പെടുന്ന പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരാണ്? ആ മാർക്കറ്റിൽ നടക്കുന്ന ഡിമാൻഡും സപ്ലൈൻ്റെയും ബേസിലായിരിക്കും. എല്ലാ ഫേമുകളും അവരുടെ പ്രൊഡക്റ്റ് ഈ മാർക്കറ്റിൽ ഈ പ്രൈസിനായിരിക്കും വിൽക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ വൺ പ്രൈസ് ദാറ്റ് പ്രിവെയിൽസ് ഇൻ ദ മാർക്കറ്റ്. അപ്പോൾ എന്താവും? എല്ലാവരും ഒരേ വിലയ്ക്ക് വിൽക്കുമ്പം ആ ഒരു പ്രൊഡക്റ്റിന് ഒരേ വിലയായിരിക്കും ആ മാർക്കറ്റിൽ ഉണ്ടാവുക. ഇതാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് സെല്ലേഴ്സ്, ബയേഴ്സ്, ഹോമോജനസ് പ്രൊഡക്റ്റ്, അവിടുത്തെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത് ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡും സപ്ലൈയിലൂടെ ആയിരിക്കും. എല്ലാവരും ഒരേ പ്രൈസാണ് ചാർജ് ചെയ്യുക. സോ ദർ ഈസ് ഓൺലി വൺ പ്രൈസ് ദാറ്റ് പ്രിവെയിൽസ് ഇൻ ദ മാർക്കറ്റ്. അത്രയും പഠിച്ചു വയ്ക്കുക. 3 മാർക്സിന് വാട്ട് ഈസ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ചോദിച്ചാൽ എഴുതേണ്ടതാണ്. നെക്സ്റ്റിൽ നമ്മൾ 6 മാർക്സിന് പ്രതീക്ഷിക്കാവുന്ന വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ നിങ്ങൾക്ക് എസ് ആയിട്ടൊക്കെ ഇത് ചോദിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഓരോ മാർക്കറ്റും എഴുതുക, അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതുക കേട്ടോ. അത്ര മാത്രം എഴുതേണ്ട ആവശ്യമുള്ളൂ. ഫീച്ചേഴ്സ് എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, ഇതന്നെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ്. നമ്പർ ഓഫ് ബയേഴ്സ് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാ ഫേമും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരേപോലത്തെ പ്രൊഡക്റ്റ് ആയിരിക്കും. ഒറ്റ പ്രൈസ് മാത്രമേ മാർക്കറ്റിൽ ഉണ്ടാവുള്ളൂ. എല്ലാ ഫേമിനും ഇഷ്ടം പോലെ കയറി വരാനും പോകാനും ഒക്കെ പറ്റുന്ന ഒരു ഇൻഡസ്ട്രി ആയിരിക്കും. എല്ലാ ബയേഴ്സും സെല്ലേഴ്സിനും ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ കുറിച്ച് നല്ല നോളജ് ഉണ്ടായിരിക്കും. എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും ഫ്രീ ടു മൂവ് ടു എനി ഇൻഡസ്ട്രി. എപ്പോഴേക്ക് വേണമെങ്കിലും നമുക്കത് മാറ്റം ചെയ്യാവുന്നതാണ്.
ഇവിടെ സെല്ലിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഉണ്ടായിരിക്കുന്നില്ല. എളുപ്പമല്ലേ, 7 പോയിന്റ് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പം നമ്മൾ ഇവിടെ ഒന്ന് പഠിച്ചു കഴിഞ്ഞു, ഒരു മാർക്കറ്റ് പഠിച്ചു. ഓക്കെ, ആദ്യത്തെ മാർക്കറ്റ് ആയിരുന്നു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താന്നുള്ളത്. അപ്പോൾ അത് 3 മാർക്കിനും 6 മാർക്കിൻ്റെ ഫീച്ചേഴ്സും കഴിഞ്ഞു. ഇനി വേറെ പറ്റി നിങ്ങൾ നോക്കണ്ട. നെക്സ്റ്റ് പഠിക്കേണ്ടത് ഈ ഒരു പോയിന്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അഥവാ ചോദിച്ചാൽ എഴുതാൻ വേണ്ടി അത്ര മാത്രമേ ഞാൻ പറയുള്ളൂ. നോർമൽ പ്രോഫിറ്റ് എന്താണെന്നുള്ളത്, അതായത് ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നത് എപ്പോഴാണ് അറിയോ? അതിൻ്റെ ARഉം ACയും ഈക്വൽ ആവുമ്പോൾ. എന്താണ്? ആവറേജ് റവന്യൂവും ആവറേജ് കോസ്റ്റും ഈക്വൽ ആവുമ്പോൾ മാത്രമാണ് ഒരു ഫേം നോർമൽ പ്രോഫിറ്റ് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക? ആവറേജ് കോസ്റ്റ് എന്താണോ ആ കോസ്റ്റ് കവർ ചെയ്യാനുള്ള ആവറേജ് റവന്യൂ മാത്രമേ ഫേമിന് ഉണ്ടായിട്ടുള്ളൂ. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് ജസ്റ്റ് ഇനഫ് ടു കവർ ദ എക്സ്പ്ലിസിറ്റ് കോസ്റ്റ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 3rd ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ കോസ്റ്റുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ. എക്സ്പ്ലിസിറ്റ് കോസ്റ്റും ഓപ്പർച്യൂണിറ്റി കോസ്റ്റും മാത്രം കവർ ചെയ്യുമ്പോൾ ഉള്ളതാണ് ഇത് നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് മിനിമം പ്രോഫിറ്റ് എന്ന് പറയാം. ആ ഒരു ഇൻഡസ്ട്രിയിൽ അത് നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു കാരണം ഈ ചെറിയ രീതിയിലുള്ളൊരു പ്രോഫിറ്റ് കൊണ്ടാണ്. ഷോർട്ട് റണ്ണിലേക്ക് ഇത് നമുക്ക് പ്രോഫിറ്റ് ആയിട്ട് പറയാം. പക്ഷേ ഇതേ ഒരു ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്ത് ലോങ് റണ്ണിൽ പോവുകയാണെങ്കിൽ ഇതിന് പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഇത്ര മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇതാണ് നോർമൽ പ്രോഫിറ്റ്. ഇനി ഈ സൂപ്പർ നോർമൽ പ്രോഫിറ്റ് എന്താണെന്നും കൂടി ഒന്ന് മനസ്സിലാക്കി വയ്ക്കാം. കാരണം ഇവിടെ എന്ന് പറയുമ്പം വെൻ ഇറ്റ് AR ഈസ് ഹയർ ദാൻ AC, ഇവിടെ ARഉം ACയും ഈക്വൽ ആകുമ്പോഴതാണ് നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ പ്രോഫിറ്റിൽ ഏത് കൂടണം? കോസ്റ്റിനേക്കാൾ എപ്പോഴും റവന്യൂ കൂടണമല്ലോ. AR കുറച്ചുകൂടി കൂടും. ദ പ്രോഫിറ്റ് ഫേം ഏൺസ് ഓവർ ദ എബവ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ ഈ നോർമൽ പ്രോഫിറ്റ് എന്താണോ അതിനേക്കാൾ കൂടുതലായിട്ട് റവന്യൂ നേടുമ്പോഴാണ് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ഷോർട്ട് റണ്ണിൽ ചില ഫേംസിന് സൂപ്പർ നോർമൽ പ്രോഫിറ്റ് ഉണ്ടാവും, പക്ഷേ firm earn non-normal profit and some firm make losses. ലോങ് റണ്ണിൽ ഇത് എന്തായി മാറും? നോർമൽ പ്രോഫിറ്റ് ആയിട്ട് മാറും. ഷോർട്ട് റണ്ണിലാണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് പറയാൻ പറ്റുള്ളൂ. കാലങ്ങൾ കഴിയുന്തോറും അല്ലെങ്കിൽ ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ ഇതൊരു നോർമൽ പ്രോഫിറ്റ് ആയിട്ട് ഭവിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് രണ്ടൊന്നും മനസ്സിലാക്കി വെക്കുക. നോർമൽ പ്രോഫിറ്റ് പറഞ്ഞാൽ കോസ്റ്റ് കവർ ചെയ്യാൻ കിട്ടുന്ന റവന്യൂ ആണ് നോർമൽ പ്രോഫിറ്റ്. സൂപ്പർ നോർമൽ എന്ന് പറയുമ്പോൾ എന്താ? അതിനേക്കാൾ ഒന്നുകൂടി മുകളിലേക്കാണ് ഉണ്ടാവുക. പക്ഷേ രണ്ട് കേസിലും ഷോർട്ട് റണ്ണിലാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ ആദ്യത്തെ കേസിൽ നോർമൽ പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ വെച്ചാൽ അത് അടച്ചു കൂട്ടേണ്ടി വരും ലോങ് റണ്ണിൽ. പക്ഷേ സൂപ്പർ നോർമൽ പ്രോഫിറ്റിലേക്ക് വരുമ്പം ഷോർട്ട് റണ്ണിലായിരിക്കും സൂപ്പർ ആയിരിക്കുക, ലോങ് റണ്ണിലേക്ക് പോകുമ്പോൾ അത് നോർമൽ പ്രോഫിറ്റ് ആയിട്ട് മാറുന്നു. ഈ ഒരു കാര്യം മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ആദ്യത്തെ കണ്ടീഷൻ പെർഫെക്റ്റ് മാർക്കറ്റ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു മൊണോപ്പൊളി എന്താണെന്നുള്ളത്. മൊണോപ്പൊളി എന്താണെന്നുള്ളത് എന്തായാലും ഒന്ന് പഠിച്ചു വയ്ക്കുക. മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് സിറ്റുവേഷൻ ഇൻ വിച്ച് ദർ ഈസ് ഓൺലി വൺ സെല്ലർ ഓർ വൺ പ്രൊഡ്യൂസർ ഓഫ് എ പ്രോഡക്റ്റ് ഫോർ വിച്ച് ദർ ഈസ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്. ഹി കൺട്രോൾസ് ദ ഹോൾ സപ്ലൈ ഓഫ് എ പെർട്ടിക്കുലർ പ്രോഡക്റ്റ്. He has complete control over the price also. He is a price maker. He tries to fix the price that will maximize his profit. He is the firm. He constitutes the industry also. Under monopoly, there is no distinction between firm and industry. In other words, the firm and industry are one at the same. ഇത്രയും കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. എന്താണ് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ പറഞ്ഞു മാർക്കറ്റാണ്, സെല്ലറും ബയ്യറും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ഓൺലി വൺ സെല്ലർ. ഒരാൾ മാത്രമേ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ, അല്ലെങ്കിൽ അയാൾ മാത്രമേ സെല്ല് ചെയ്യുന്നുള്ള കണ്ടീഷനാണ് എന്ത്? അവിടെ ഈ ആളുണ്ടാക്കുന്ന പ്രോഡക്റ്റിന് ക്ലോസ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകളൊന്നും അവിടെ ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൊത്തം സപ്ലൈ ആ പ്രൊഡക്റ്റിൻ്റെ ഇയാളായിരിക്കും കൺട്രോൾ ചെയ്യുന്നുണ്ടാവുക. കംപ്ലീറ്റ് കൺട്രോളും പ്രൈസിൻ്റെ മുകളിൽ. അതുകൊണ്ട് തന്നെ പ്രൈസ് മേക്കർ, ഇയാളാണ് അവിടുത്തെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പ്രൈസ് മേക്ക് ചെയ്യുന്ന ആളെന്നുള്ള പേര് വരാൻ കാരണം. ആൻഡ് എപ്പോഴും പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരേ ഒരാളെ പ്രൈസ് ഫിക്സ് ചെയ്യാനുള്ളൂ എന്ന് വെക്കുമ്പം അയാൾക്ക് തോന്നിയ പ്രോഫിറ്റ് ആയിരിക്കും അയാൾ ഈടാക്കുന്നുണ്ടാവുക. അയാൾ തന്നെയാണ് ഫേം അല്ലെങ്കിൽ ഇൻഡസ്ട്രി എന്ന് വരുത്തുന്ന തരത്തിലുള്ള ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെയാണ് എന്ത് പറയുന്നത്?
മൊണോപ്പൊളി എന്ന് പറയുന്നത്. ഓക്കെ, അത്രയൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഏറ്റവും എളുപ്പത്തിൽ പഠിക്കണമെങ്കിൽ മൊണോപ്പൊളി ഈസ് എ മാർക്കറ്റ് വിച്ച് സിംഗിൾ സെല്ലർ സെൽസ് പ്രോഡക്റ്റ് ഓർ സർവീസ് വിച്ച് ഹാസ് നോ സബ്സ്റ്റിറ്റ്യൂട്ട്. മൊണോപ്പൊളി എന്ന് പറയുമ്പം ഒറ്റ സിംഗിൾ സെല്ലറും സിംഗിൾ പ്രൊഡക്റ്റ് ഉണ്ടാവുള്ളൂ, സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവില്ല, പ്രൈസ് ഫിക്സ് ചെയ്യുന്നതും അവർ തന്നെയായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രൈസ് മേക്കർ എന്നും അറിയപ്പെടുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ചെറിയൊരു ത്രോട്ട് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഒന്നിങ്ങനെ സൗണ്ട് ഇടറി പോകുന്നത്. നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മനസ്സിലാക്കുക. നെക്സ്റ്റ് ഇതിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചോളാം. മൊണോപ്പൊളിയുടെ ഫീച്ചർ പറഞ്ഞാൽ എന്താ? ഒരു സെല്ലർ മാത്രമേ ഉണ്ടാവുള്ളൂ, ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരിക്കില്ല, എൻറ്റയർ മാർക്കറ്റും അയാളുടെ കൺട്രോളിലായിരിക്കും, അയാൾ തന്നെ ആയിരിക്കും പ്രൈസ് ഫിക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം, അതുകൊണ്ട് തന്നെ പ്രൈസ് മേക്കർ എന്നറിയപ്പെടുന്നുണ്ട്. മറ്റുള്ള സെല്ലേഴ്സിന് ഈസി ആയിട്ട് നമ്മൾ പെർഫെക്റ്റ്ലി പറഞ്ഞ പോലെ ഈസി ആയിട്ട് വരുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഫേമും ഇൻഡസ്ട്രിയും ഒക്കെ ഒരേ സെൻസിലാണ് നമുക്ക് ഈ ഒരു മാർക്കറ്റിൽ കാണാൻ കഴിയുക. ഓക്കെ, ഫേമും ഇൻഡസ്ട്രിയും ഒരേ തരം പറഞ്ഞെന്താ, ആ ഒരു വ്യവസായം തന്നെ ഒരൊറ്റ ആളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരവസ്ഥയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെ തരത്തിലുള്ള മൊണോപ്പൊളി ഉണ്ട് എന്നുള്ളത്. ഇത് പഠിച്ചോളാം. 6 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദ്യം വരാം. നാച്ചുറൽ മൊണോപ്പൊളി ഉണ്ട്, അതേപോലെ ലീഗൽ ഉണ്ട്, സോഷ്യൽ ഉണ്ട്, വോളണ്ടറി ഉണ്ട്, സർവീസ് ഉണ്ട്. നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാവുന്ന മൊണോപ്പൊളിയാണ്. കാരണം എക്സാമ്പിൾ പറയുന്നത് ഇപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് എന്താ, അവിടെ ഏറ്റവും കൂടുതൽ ചണം നിർമ്മാണം നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് പ്രകൃതിദത്തമായി തന്നെ അവർക്ക് കിട്ടിയ ഒരു ഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ പ്രത്യേകിച്ച് ആരും ഉണ്ടാക്കിയ ഒരു മൊണോപ്പൊളി അല്ല. ചണത്തിൻ്റെ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ ഉൽപ്പാദനം നടക്കുന്ന ഒരേ ഒരു സംസ്ഥാനം ബംഗാളാണ്. അതേപോലെ തന്നെ ഡയമണ്ടിൻ്റെ വ്യവസായം നടത്തുന്നത് സൗത്ത് ആഫ്രിക്കയിലെ ഡി ബെയേഴ്സ് എന്നുള്ള കമ്പനിയാണ്. അപ്പോൾ അങ്ങനെ ഇത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒരു മൊണോപ്പൊളിയാണെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത, നാച്ചുറൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. ലീഗൽ മൊണോപ്പൊളി എന്ന് പറയുന്നത് എന്താണ്, നിയമം കൊണ്ട് നമുക്ക് ആ ഒരു അവകാശം അവിടെ കിട്ടുകയാണ് അവിടെ പ്രധാനമായിട്ടും. അതായത് ബൈ ലോസ് ഓഫ് ദ കൺട്രി ഇൻ ദ പബ്ലിക് ഇൻട്രസ്റ്റ്, പൊതുജനങ്ങളുടെ താല്പര്യാർത്ഥം രാജ്യങ്ങളിലൂടെ തന്നെ അല്ലെങ്കിൽ രാജ്യങ്ങളിൽ നിയമം കൊണ്ട് തന്നെ മൊണോപ്പൊളി കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ലീഗൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്, നിയമം കൊണ്ട്. സോഷ്യൽ മൊണോപ്പൊളി എന്ന് പറയുമ്പം ഇവിടെ ഇത് ഓൺ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ഗവൺമെൻറ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കയ്യിലൂടെ മാത്രമാണ് നടത്തപ്പെടുള്ളൂ. അവിടെ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പബ്ലിക് മൊണോപ്പൊളി എന്നറിയപ്പെടും. കാരണം ഇന്ത്യയിലത്തെ ഇന്ത്യൻ റെയിൽവേ, പോസ്റ്റ് ഓഫീസ്, ടെലഗ്രാഫ് അങ്ങനെയുള്ളതൊക്കെ പൊതുജനങ്ങൾക്ക് വേണ്ടി അത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മീൻസ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ഭദ്രമായ ഒരു കാര്യമാണ്. അപ്പോൾ അതിനാണ് സോഷ്യൽ മൊണോപ്പൊളി എന്ന് പറയുന്നത്. വോളണ്ടറി മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്രിയേറ്റ് ചെയ്യുന്നത് സ്വമേധയാ തന്നെ ഒരു വ്യക്തിയായിരിക്കും അല്ലെങ്കിൽ ഒരു ഫേം ആയിരിക്കും. അപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ ഒരു ട്രസ്റ്റ് ഫോം ചെയ്യും, അല്ലെങ്കിൽ കാർട്ടൽസ്, ഹോൾഡിംഗ് കമ്പനി, സിൻഡിക്കേറ്റ്, ഒരാൾ ചേർന്നിട്ടോ ഒന്ന് രണ്ടാൾ ഒരു ഗ്രൂപ്പ് ചേർന്നിട്ടോ എല്ലാവരും കൂടി സിൻഡിക്കേറ്റ് ചെയ്തിട്ടോ ഒരൊറ്റ ഒന്നായി മാറുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൽ. ഇപ്പോൾ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ACC സിമെൻ്റ് ആണ് ഇതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു വോളണ്ടറി മൊണോപ്പൊളിയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. കാരണം കോമ്പറ്റീഷൻ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കിട്ടുന്നത് മാക്സിമം അവർക്ക് പ്രോഫിറ്റായിട്ട് മാറാൻ വേണ്ടിയിട്ടും ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ACC എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ആണ് ഇതിൻ്റെ വോളണ്ടറി മൊണോപ്പൊളിയുടെ എക്സാമ്പിളായിട്ട് പറയാനുള്ളത്. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനും ഫീച്ചേഴ്സും പഠിക്കുക, മൊണോപ്പൊളി എന്താ പഠിക്കുക, ഫീച്ചേഴ്സ് പഠിക്കുക, ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് മൊണോപ്പൊളി പഠിക്കുക. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ ഒരു പോർഷനാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുള്ള ആളുകൾ ജസ്റ്റ് ഇതൊന്ന് നോട്ട് ചെയ്ത് പോവുക. അതായത് പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി. മൊണോപ്പൊളിയുടെ അണ്ടറിൽ പ്രൈസും ഔട്ട്പുട്ടും ഡിറ്റർമിനേഷനാണ്. അപ്പോൾ അതിൽ ചോദിച്ചിരിക്കുന്നത് ജസ്റ്റ് ഷോർട്ട് റൺ എന്താണ്. കാരണം പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഫേം ആണല്ലോ പ്രൈസ് ടേക്കർ എന്ന് പറയുന്നത്. കാരണം എല്ലാവരുടെയും ഒരേ വിലയാണ്. പക്ഷെ മൊണോപ്പൊളിയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഫേം ഡസ് നോട്ട് ഫിക്സ് ദ പ്രൈസ്. ഒരു ഫേമായിട്ട് ഫിക്സ് ചെയ്യുന്നതല്ല, എല്ലാവരുടെയും ഒരേ പ്രൈസായി മാറുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പ്രൈസ് എന്താണോ ഫിക്സ് ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഉണ്ടായിരിക്കുക. പക്ഷെ ഒരു മൊണോപ്പൊളിസ്റ്റിക്കിൽ വരുമ്പം അവിടെ പ്രൈസും ഔട്ട്പുട്ടും ഒക്കെ അവർ തന്നെയാണ് ഫിക്സ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം പ്രോഫിറ്റും അവർക്ക് കിട്ടുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മൊണോപ്പൊളി ആയിട്ടുള്ളൊരു ഫേം അതിൻ്റെ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ അറിയോ, മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഒരു മൊണോപ്പൊളിസ്റ്റിക് ഫേമിൻ്റെ അണ്ടറിൽ വരുന്ന പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത്ര മാത്രം ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. അതിൻ്റെ
ആ ഒരു കാര്യം മാത്രം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഷോർട്ട് റണ്ണും ലോങ് റണ്ണൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറ്റാവുന്ന ആളുകൾ ഷോർട്ട് റൺ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതായത് ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പൊസിഷൻ ഓഫ് ദ മൊണോപ്പൊളിസ്റ്റിക് ഡ്യൂറിങ് എ ഷോർട്ട് പീരീഡ്. ഷോർട്ട് പീരീഡിൽ മാത്രം ഉണ്ടാകുന്ന ഒരു മൊണോപ്പൊളിസ്റ്റിക് കണ്ടീഷനാണ്. അങ്ങനെ വരുമ്പോൾ അത് ലോങ്ങിലേക്ക് പോകുമ്പോൾ MR ഈസ് ഹയർ ദാൻ MC എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് പ്രോഫിറ്റബിൾ ഫോർ ദ മൊണോപ്പൊളിസ്റ്റ് ടു ഗോ ഓൺ എക്സ്പാൻഡിങ് ഹിസ് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ്. അതുകൊണ്ട് തന്നെ ഇവിടെ മാർജിനൽ റവന്യൂ കോസ്റ്റിനേക്കാൾ കൂടി നിൽക്കുമ്പം അവരുടെ സെയിൽസും ഔട്ട്പുട്ടും ഒക്കെ എക്സ്പാൻഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൊഡക്ഷൻ ഓഫ് എവറി അഡീഷണൽ യൂണിറ്റ് എന്നും അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റുന്നുണ്ട്, കോസ്റ്റിനേക്കാട്ടിലും റവന്യൂ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ നിന്ന്. അത് ഷോർട്ട് പീരീഡിൽ എങ്ങനെ ലോങ് പീരീഡിൽ എങ്ങനെ ഈ ഒരു പാരഗ്രാഫിലുള്ള കാര്യങ്ങൾ ഒന്ന് വായിച്ച് മനസ്സിലാക്കി പഠിച്ചെഴുതാൻ പറ്റുന്ന ആളുകൾ ഒന്ന് പഠിക്കുക. അത്രമാത്രം നോക്കിയാൽ മതി. ഇനി നെക്സ്റ്റ് നോട്ട് ചെയ്യേണ്ട പോയിന്റ് ആണ് ആർഗ്യുമെന്റ്സ് എഗെയിൻസ്റ്റ് മൊണോപ്പൊളി. മൊണോപ്പൊളിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്തൊക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. മൊണോപ്പൊളി ഉണ്ടാവുമ്പോൾ എന്താ അറിയോ, ഇൻഎഫിഷ്യൻസി പ്രൊമോട്ട് ചെയ്യാണ് ചെയ്തത്. കാരണം അതൊരു മൊണോപ്പൊളി എന്ന് പറയുന്ന ഒരു മോശം സംവിധാനമായിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് കോസസ് എക്കണോമിക് ഇൻഎഫിഷ്യൻസി, ഇറ്റ് ലീഡ്സ് ടു എ ലോവർ ഔട്ട്പുട്ട് അറ്റ് ഹയർ പ്രൈസസ്. ഔട്ട്പുട്ട് കുറവാവുകയും പ്രൈസ് കൂടുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ വെൽഫെയർ ലോസ് ഇൻ മൊണോപ്പൊളി എല്ലാം നെഗറ്റീവായിട്ട് അവിടെ പറയുന്നത്. ഇവിടെ അത് വാങ്ങി ഉപയോഗിക്കുന്ന ഉപഭോക്താവിൻ്റെ ഗുണം എന്നതിനേക്കാൾ ഉപരി പ്രോഫിറ്റ് മാക്സിമൈസേഷനാണ് അവിടെ ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഹയർ പ്രൈസുകളാണ് അവർ ചാർജ് ചെയ്യുന്നതും. പിന്നെ മൊണോപ്പൊളി ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും അത് ആ ഒരു സമ്പദ് വ്യവസ്ഥ, സമ്പദ് ശക്തി ചിലരിൽ മാത്രമായിട്ട് ഒതുങ്ങി വരുന്ന ഒരവസ്ഥ. കാരണം അവർ മാത്രമായിരിക്കും ആ ഒരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കുക. മൊണോപ്പൊളിയുടെ റിട്ടാർഡ്സ് ഇന്നോവേഷൻ. മൊണോപ്പൊളി ഉണ്ടാകുമ്പോൾ എന്താണ്, അവിടെ ഒരു ഇന്നോവേഷന് സാധ്യത കുറവാണ്. കാരണം ആ ഒരു പ്രൊഡക്റ്റ് അവർ മാത്രമേ ഉണ്ടാക്കുള്ളൂ എങ്കിൽ ആ പ്രൊഡക്റ്റ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സമൂഹത്തിനെ സംബന്ധിച്ചോളം അത് ഏത് അവസ്ഥയിലാണോ സ്റ്റാർട്ട് ചെയ്ത് അത് എത്തുന്ന അവസ്ഥ വരേക്കും അവരത് വാങ്ങാൻ റെഡി ആയിരിക്കും. അതിൽ പുതിയ ഇന്നോവേഷൻ വരണമെങ്കിൽ എന്താണ്, ഒരു കോമ്പറ്റീറ്റർ വരുമ്പോൾ മാത്രമേ അവിടെ ഇന്നോവേഷൻ വരുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അവിടെ കുറവാണ്. പിന്നെ അൺഫെയർ ആണ് അവിടുത്തെ പ്രാക്ടീസുകളൊക്കെ. അവരുടെയല്ലേ നിയമം കൊണ്ടിടും തീരുമാനിക്കുക. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നല്ല രീതിയിൽ ഗുണമുള്ള രീതിയിലുള്ള നടപടികളല്ല ഇതിലുണ്ടായിരിക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ, കാരണം ഒരുപാട് അഴിമതികൾ സംഭവിക്കാനുള്ള പറ്റുന്ന ഒരു മേഖലയാണ് ഈ ഒരു മൊണോപ്പൊളി വരുന്ന സമയത്ത് എന്നാണ് പറയുന്നത്. കാരണം എല്ലാ അവർക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ റിസോഴ്സും പവർഫുൾ പൊസിഷനും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എല്ലാവരിനെയും അവർക്ക് അനുകൂലമാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ കൈക്കൂലി, കള്ളത്തരങ്ങൾ ഇതൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത്. പെർഫെക്റ്റ് കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞല്ലോ, ഒരുപാട് സെല്ലേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷേ മൊണോപ്പൊളിയിൽ ഒറ്റ സെല്ലറേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഇൻഡിവിജ്വൽ സെല്ലറിന് ഒരിക്കലും മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇവിടെ കംപ്ലീറ്റ് കൺട്രോളും ആ ഒരൊറ്റ ആളുടെ കയ്യിലായിരിക്കും. അതേപോലെ തന്നെ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരേ പ്രൊഡക്റ്റ് ആയിരിക്കും ഈ മാർക്കറ്റിൽ സെല് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താണ്, പ്രൊഡക്റ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ, അതിന് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ഒന്നും ഉണ്ടാവില്ല. എളുപ്പത്തിൽ ഈ മേഖലയിലേക്ക് വരാനും പോകാനും ഒക്കെ പറ്റും. പക്ഷേ ഇവിടെ ഒരാളുടെ ഏകാധിപത്യം കാരണം വേറെ ആൾക്കും എൻട്രി ചെയ്യാൻ പറ്റില്ല. ഇത് പെർഫെക്റ്റ് കോമ്പറ്റീഷനാണ്. ഇവിടെ അങ്ങനെ ഒരു കോമ്പറ്റീഷനേ ഇല്ല എന്നുള്ളതാണ്. കാരണം അവർ മാത്രമല്ലേ ഉള്ളൂ. യൂണിഫോം പ്രൈസാണ്, പ്രൊഡക്റ്റിനെല്ലാം യൂണിഫോം പ്രൈസ് ആയിരിക്കും. പക്ഷേ ഇവരെന്താ ചെയ്യുക, ഇവർക്ക് തോന്നിയ പ്രൈസ് തോന്നുന്ന സ്ഥലത്ത് ഈടാക്കും എന്നുള്ളതാണ്. ഇൻഡസ്ട്രി എന്ന് പറയുന്നത് എല്ലാ ഫേമും കൂടി ചേരുമ്പോഴാണ്, ഹോമോജിനസ് പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പാദനം നടത്തുന്ന എല്ലാ ഫേമും ചേരുമ്പോഴേ ഇവിടെ ഇൻഡസ്ട്രി ആവുന്നുള്ളൂ. പക്ഷേ മൊണോപ്പൊളിയെ സംബന്ധിച്ചോളം അങ്ങനെ കുറേ ഫേം ഇല്ലാത്തതുകൊണ്ട് ഫേമും ഇൻഡസ്ട്രിയും ഒക്കെ ഇവർ തന്നെയാണ്. ആവറേജ് റവന്യൂ എപ്പോഴും പാരലൽ ടു OX ആക്സിസിലായിരിക്കും. പക്ഷേ ഇവിടെ എന്താണ്, സ്ലോപ്സ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. AR ആൻഡ് MR എപ്പോഴും ഈക്വൽ ആയിരിക്കും. പക്ഷേ MR കർവ് ആയിരിക്കും എപ്പോഴും AR കർവിനെക്കാട്ടിലും ബിലോ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഈ കേസിൽ. സെല്ലർ ക്യാൻ സെൽ എനി ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് അറ്റ് ദ പ്രിവെയിലിംഗ് പ്രൈസ്. ഏത് അവിടെ നിലനിൽക്കുന്ന വില എന്താണോ ആ മാർക്കറ്റിൽ, ആ വിലയിൽ സെല്ലർക്ക് എത്ര വേണമെങ്കിലും അവരുടെ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് സെല് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണ്, സെല്ലർ ക്യാൻ സെൽ അഡീഷണൽ യൂണിറ്റ്സ് ഓൺലി ബൈ റെഡ്യൂസിങ് ദ പ്രൈസ്. അഡീഷണൽ യൂണിറ്റ് കൊടുക്കണമെങ്കിൽ പ്രൈസ് റെഡ്യൂസ് ചെയ്തിട്ടേ പറ്റുള്ളൂ. വെൻ ദ ഫേംസ് ഏൺ നോർമൽ പ്രോഫിറ്റ് ഇൻഡസ്ട്രി അറ്റൈൻസ് ഇക്വിലിബ്രിയം. ഒരു ഫേം ഇവിടെ നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്താൽ തന്നെ ഈ ഇൻഡസ്ട്രി ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യും. പക്ഷേ മൊണോപ്പൊളി ഫേം എന്ന് പറയുന്ന ഇൻഡസ്ട്രി വിച്ച് അറ്റൈൻസ് ഇക്വിലിബ്രിയം എപ്പോൾ മാത്രമേ ഉള്ളൂ, അബ്നോർമൽ പ്രോഫിറ്റോ അബ്നോർമൽ ലോസ് ഉണ്ടാവും മാത്രമാണത് അതിനെ അഫക്റ്റ് ചെയ്യുന്നുള്ളൂ ഇൻഡസ്ട്രീനെ എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഫേം ഏൺസ് അബ്നോർമൽ പ്രോഫിറ്റ് എപ്പോൾ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഷോർട്ട് റണ്ണിൽ മാത്രം. പക്ഷേ ഇവിടെ അബ്നോർമൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് ഷോർട്ട് ആൻഡ് ലോങ് റണ്ണിൽ രണ്ടിലും ഇവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസുകൾ. ഇതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ,
അപ്പോൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ആ 2 മാർക്കറ്റുകളെക്കുറിച്ച് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഇടാം.